നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. 40 എയർക്രാഫ്റ്റുകൾ എടുത്തു കളഞ്ഞു ഉക്രൈൻ. ഈ എയർക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഒരുപക്ഷെ ഉക്രൈൻ റഷ്യൻ ബോർഡറിലാണ്. അല്ല, 4000 കിലോമീറ്റർ അകലെ ഉക്രൈനിൽ നിന്ന്. 4000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഡൽഹിയിൽ നിന്ന് കൊച്ചി വരെ ഏകദേശം 2200-300 കിലോമീറ്റർ ആണ്. അപ്പൊ ഏകദേശം ഇരട്ടി ദൂരമുള്ള ബോർഡറിൽ നിന്ന് പ്ലേസ് ചെയ്തിരിക്കുന്ന 4 എയർബേസ് സ്റ്റേഷൻ TU-95 ന്യൂക്ലിയർ ബോംബ് വഹിക്കാൻ ശേഷിയുള്ള എയർക്രാഫ്റ്റ് ആണ് TU-95. ഏകദേശം 50 മില്യൺ എയർക്രാഫ്റ്റിന്റെ 50 മില്യന്റെ വാല്യൂ ഉണ്ട്. 40 എയർക്രാഫ്റ്റുകൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ. ഓപ്പറേഷൻ സ്പൈഡർ വെബ്, വൺ ഓഫ് ബിഗ്ഗസ്റ്റ് സക്സസ് ഓഫ് ഉക്രൈൻ സോഫാർ എന്ന് ഒരു പക്ഷെ പറയാൻ സാധിക്കും 2022 ശേഷം. ചിന്തിക്കുക സുഹൃത്തുക്കളെ, റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി കേപ്പബിൾ രാജ്യമാണ്. നമ്മൾ പോലും നമ്മുടെ SU-400 പിന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള SU-57 ഒക്കെ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. സോ എന്താണ് സംഭവിക്കുന്നത് റഷ്യയിൽ? വെൽക്കം ടു മൈ ടോക്ക് ഷോ അഗെയിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ റഷ്യ അല്ല ഉക്രൈൻ അച്ചീവ് ചെയ്തിരിക്കുന്നത്. റഷ്യക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യ ഇതിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. വൺസ് അഗൈൻ ഈ പറയുന്ന ഓപ്പറേഷന്റെ പേര് എന്ന് പറയുന്നത് സ്പൈഡർ വെബ് എന്ന് പറയുന്നത്. ഇതിനെ പലരും പറയുന്നത് ഇത് വെരി ക്ലോസ് ടു ഇസ്രായേലിന്റെ മൊസാദിന്റെ ആക്ടിവിറ്റി പോലെ. അതായത് ഈ പറയുന്ന പേജർ ആക്രമണം നമ്മൾ കണ്ടതാണ് ഹെസ്ബോളയ്ക്കെതിരെ. വെരി ക്ലോസ് ടു ദാറ്റ്. സപ്ലൈ ചെയിനെ ഓൾട്ടർ ചെയ്തിട്ട് ഡിറ്റോനേറ്റേഴ്സ് അസറ്റ് പ്ലാൻ ചെയ്യുക, സ്ലീപ്പർ സെല്ലാക്കി മാറ്റി വെക്കുക, സമയം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക. സംഭവം വളരെ സിമ്പിളാണ്. ഏകദേശം 1.5 വർഷമായിട്ട് ഉക്രൈൻ സീക്രട്ട് സർവീസ് ഇതിന് പുറകെ എന്ന് പറയുന്നത്. ഇതിന് മേൽനോട്ടം ആരുമല്ല, ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. ഇവർ ഡ്രോൺസുകൾ ഏകദേശം 180ഓളം ഡ്രോൺസുകൾ ട്രക്കുകളിൽ പ്ലാൻ ചെയ്തിട്ട് അത് റഷ്യയിലേക്ക് കടത്തിയിട്ട് ഇതേ ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ക്ലോസ് ടു എയർബേസ് സ്റ്റേഷൻ, 4 ക്ലോസ് എയർബേസ് സ്റ്റേഷൻ അടുത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് സമയമാകുമ്പോൾ, ഇന്നലെ ക്രിട്ടിക്കൽ ദിവസമായിരുന്നു, ഞാൻ പറഞ്ഞു വരാം എന്തുകൊണ്ട് ഇന്ന് ചൂസ് ചെയ്യുന്നുള്ളത്. ക്രിട്ടിക്കൽ സമയമായപ്പോൾ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ട്രക്കുകൾ തുറന്ന് ഈ പറയുന്ന ഡ്രോണുകൾ ഓട്ടോമാറ്റിക്കലി ഡ്രോണുകളെ പുറത്ത് വിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതൊരു ഹാൻഡ്ലർ. ഇപ്പം ഡ്രോൺസ് ഒക്കെ എന്ന് പറയുന്നത് ഓൾവേസ് ഹാവ് ഹാൻഡ്ലറായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും GPS-ഉമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഹാൻഡ്ലറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡ്രോൺസുകൾ തനിയെ പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി മാക്സിമം ഡാമേജ്, അതായത് ഡാമേജ് എന്ന് പറഞ്ഞാൽ റീപ്ലേസബിൾ ചെയ്യാൻ പറ്റാത്ത അസറ്റ്സിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റെൽത്ത് ഫ്ലൈറ്റ് എയർക്രാഫ്റ്റുകൾ TU-95 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും റഷ്യക്കും വീണ്ടും നിർമ്മിക്കാൻ സാധിക്കില്ല. പഴയ റഷ്യയല്ല, രണ്ടാമത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഒരു സമയത്ത്. ഇന്ന് യൂറോപ്പിലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു കാരണവശാലും ഇനിയൊരു SU-57 TU-95 ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് $2 ബില്യൺ നഷ്ടമെന്നാണ് പറയുന്നത് ഇതുവരെ. റഷ്യ പറയുന്നു. ആലോചിച്ച് നോക്കുക, കൊച്ചു രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്. അവർക്ക് എളുപ്പമല്ല പാർട്സ് കിട്ടുക എന്ന് പറയുന്നത്. ഏകദേശം 2000 അല്ലെങ്കിൽ 3000 രൂപ വിലയുള്ള ഡ്രോൺ കൊണ്ടാണ് ഈ പറയുന്ന റഷ്യയുടെ ഏറ്റവും അറ്റത്ത് പോയിട്ട് മാക്സിമം ഡാമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് SU-400 പോലുള്ള എയർ ഡിഫൻസ് ഉള്ള രാജ്യമാണ് ആലോചിക്കണം റഷ്യ. എന്നിട്ട് പോലും തിങ്ക് അബൌട്ട് ഇറ്റ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രിയേറ്റിവിറ്റി, പ്രിസൈസ്ലി ഡെഡ്ലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഇത്. ഇന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നാണ് റഷ്യയും ഉക്രൈനും കൂടി ടർക്കിയിൽ എൻ്റെ അറിവിൽ മീറ്റ് ചെയ്യുന്നത്. നെഗോഷിയേഷൻ, അതായത് സീസ് ഫയർ, വെടിനിർത്തൽ സംസാരിക്കുക. അതേ ദിവസം തന്നെ പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. അതായത് വ്ളാഡിമിർ സെലൻസ്കി. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ എത്രയോ ഡ്രോണുകൾ ഇനിയും ഉണ്ടാകാം റഷ്യയിൽ. സോ സമയം വന്നാൽ ഞങ്ങൾ ഇനിയും പ്രയോഗിക്കും. അതുകൊണ്ട് ലെറ്റ്സ് ഹാവ് പീസ് ടോക്ക്. അതായത് രണ്ടു കൂട്ടർക്കും അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം മാക്സിമം ഡാമേജ് വരാൻ പോകുന്നത് ഉക്രൈനായിരിക്കും. കാരണം റഷ്യ വിചാരിച്ചാൽ തീർക്കാൻ പറ്റും, പക്ഷേ റഷ്യക്ക് സാധിക്കുന്നില്ല. കാരണം അമേരിക്ക പുറകിലുണ്ട്. ഈ യുദ്ധം നീണ്ടുപോവുകയാണ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്. ഉക്രൈനിലെ ഓരോ പൗരന്മാരും കൊല്ലപ്പെടുകയാണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് അമേരിക്ക പണം കൊടുക്കുന്ന നിർത്തുകയോ അന്ന് അവസാനിക്കും ഈ യുദ്ധം. പക്ഷെ അമേരിക്ക വാണ്ട്സ് ടു കീപ് ഇറ്റ് ഗോയിങ്. റഷ്യയുടെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ് നേറ്റോ. റഷ്യക്ക് ഗോൾ എന്ന് പറയുന്നത് അമേരിക്കയെ ഒഴിവാക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊരു വലിയൊരു സ്ട്രാറ്റജി പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഈ പറയുന്ന യുദ്ധം. കാരണം എത്തിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സ്പൈഡർ വെബ് മൊസാദിന്റെ ഓപ്പറേഷൻ ഈ പറഞ്ഞ പേജിര പോലെ തന്നെ എഴുതി ചേർക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പറയുന്നത് എന്താണ് ഇന്ത്യക്ക് ഇന്ന് പേടിക്കേണ്ട സംഭവം. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഡൽഹിയിൽ നിന്ന് കേരള വരെ വെറും 2200 കിലോമീറ്ററേ ഉള്ളൂ. ഡ്രോൺസുകൾ എന്ന് പറയുന്ന ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ്. സോ ഡ്രോൺ വാർഫെയറിലേക്ക് കടന്നിരിക്കുകയാണ്.
പഴയ പോലെ ഡെഡ്ലി എയർക്രാഫ്റ്റുകളോ 6th ജനറേഷൻ അല്ലെങ്കിൽ 5.5 ജനറേഷനോ വലിയൊരു ബോഫോഴ്സുകളോ അല്ലെങ്കിൽ ഇതൊന്നും കരമാർഗമുള്ള യുദ്ധമൊക്കെ റിലവൻ്റായി മാറുകയും ചെയ്തു. ഇത് ഓൾ സൈബർ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഡ്രോൺസുകൾ അയക്കുക. ഡ്രോൺസുകളെ ഇന്ത്യയുടെ പല ഭാഗത്തും നിക്ഷേപിക്കാം. ഇന്ത്യയുടെ ബോർഡർ പല ഭാഗത്തും ലൂസാണ്. ദിസ് അവിടെ ഇന്ത്യയുടെ കൺസേണിങ് ആയിട്ടൊരു ഫാക്ടറാണ്. കാരണം ഡ്രോൺ ടെക്നോളജിയിൽ ചൈന വളരെ മുൻപന്തിയിലാണ്. അതോടൊപ്പം തന്നെ ടർക്കി വളരെ മുൻപന്തിയിലാണ്. സോ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡേഞ്ചർ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം ഇത്ര ഈസി അല്ല ഇത്. കാരണം പാകിസ്ഥാൻ ഒരു പക്ഷേ അയക്കാം. ലക്ഷക്കണക്കിന് ഡ്രോൺസ് ഒരു പക്ഷേ പല പല മേഖലയിൽ കൂടെ അയക്കാൻ പറ്റും. മണിപ്പൂർ വഴിയും കാശ്മീർ വഴിയും അയക്കാൻ സാധിക്കും. ബംഗാളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം ആർക്കും കയറി വരാം മമതാ ബാനർജിയുടെ അണ്ടറിൽ. സോ ഇതൊരു വലിയൊരു കൺസേൺ ആണ്. കാരണം ചൈന എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് അവരുടെ LCD TV, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വായിച്ചൊരു വിവരമായിരുന്നു, ചൈനീസ് CCTV മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള, അതായത് സിയോമി, പിന്നെ അതോടൊപ്പം തന്നെ ഹണിവൽ അമേരിക്കൻ ആണ്, അതോടൊപ്പം തന്നെ ഹുവായ്, ഇവരോടൊക്കെ പറഞ്ഞിരിക്കുകയാണ് സോഴ്സ് കോഡ് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ കാണുന്നതാണ് ഇന്ത്യയിൽ മുഴുവൻ ഇവരുടെ CCTV ആണ്. എവിടെ പോയാലും അവരുടെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക, അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ദേ ക്യാൻ സീ, അതായത് ഈ പറഞ്ഞ ചൈനീസ് മാനുഫാക്ചറിന് കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, നമ്മുടെ പരിസരങ്ങൾ നടക്കുന്നു. പല ഗവൺമെന്റ് ബിൽഡിങ്ങിൽ പോലും ചൈനീസ് CCTV ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഗവൺമെന്റ് ഒരു റൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. ചൈനീസ് സോളാർ പാനൽസിന് ഉള്ളിൽ ഇവർ വെച്ചിരിക്കുകയാണ് അവരുടെ ഒരു കണ്ടക്ടർ. അതായത് കണ്ടക്ടർ കീപ്പ് ഓൺ കമ്മ്യൂണിക്കേറ്റിംഗ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടക്ടർ വെച്ചിട്ട് സംസാരിക്കുകയാണ് അവരുടെ ഹാൻഡ്ലറുമായിട്ട്. അതായത് അവരുടെ മാനുഫാക്ചറിന് ഗൈഡ് നമുക്ക് തരുമ്പോൾ അതിൽ എല്ലാവിധ കോമ്പഡൻസ് ഉണ്ടായിരിക്കും. അതില്ലാത്തൊരു ഡിവൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവിടെയുള്ള ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയാണ്. കാരണം സോളാർ പാനൽ അത്ര ഏത് വീടുണ്ടെന്ന് ലോകത്തല്ലേ. ചൈനീസ് സോളാർ പാനൽ, ചൈനീസ് CCTV, ചൈനീസ് ഡ്രോൺസ് വലിയൊരു തലവേദനയാണ്. കാരണം ആവശ്യം വരുമ്പോഴാണ് ഇതൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇതിനെല്ലാം അവർ ഇന്ത്യയിലേക്ക് കടത്തും, അവിടെ പ്ലാന്റ് ചെയ്യും, അവിടെ സ്ലീപ്പർ സെല്ല് പോലെ അവിടെ അടങ്ങിയിരിക്കും. ആവശ്യം വരുമ്പോൾ എടുത്ത് ആക്ടിവേറ്റ് ചെയ്യും. കാരണം ഇതൊരു നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് വലിയൊരു ഇന്ത്യ വലിയൊരു ലാർജ് മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ലാർജ് എയർക്രാഫ്റ്റുകളൊന്നും അല്ല. വി ഹാവ് ടു സെക്യൂർ ബോർഡർ. കാരണം ബോർഡറിൽ കൂടിയാണല്ലോ കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് തന്നെ തിരച്ചിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ ഇത് വളരെ വരും കാലങ്ങളിൽ ഇന്ത്യക്ക് ഒരു വിനാശമായി മാറും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പോലെ തന്നെ ഋഷിക്ക്.